തുടർച്ചയായ 10ാം നാളിലും ഹോർമുസ് സംഘർഷ ഭൂമിയാവുകയാണ്. ഇറാന് നേരെയുള്ള അമേരിക്കയുടെ വ്യോമാക്രമണം ശക്തമായി തുടരുന്നതിനിടെ ഹോർമുസ് കടലിടുക്കിൽ എണ്ണക്കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം നടന്നു. ആക്രമണത്തിൽ ഇന്ധന ടാങ്കറിന് തീപിടിച്ചു. ഇതോടെ ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് ലൈഫ് ബോട്ടിൽ രക്ഷപ്പെട്ടു. അതേസമയം ഇറാന്റെ സൈനിക കമാൻഡ് സെന്ററുകൾ ആക്രമിച്ചിരിക്കുകയാണ് അമേരിക്ക. ഇറാന്റെ സിറിക്, ബന്ദർ-അബ്ബാസ്, ഖഷംദ്വീപ്, ചബഹ, കൊനാറക് എന്നീ മേഖലകളെ ലക്ഷ്യമിട്ടാണ് US അവസാനമായി ബോംബാക്രമണം നടത്തിയത്. അതേസമയം ഇതിന് ശക്തമായ പ്രത്യാക്രമണവുമായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സും രംഗത്തെത്തി. ബഹ്റിനിലും കുവൈറ്റിലുമുള്ള US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പ്രത്യാക്രമണം നടത്തിയതായി IRGC സ്ഥിരീകരിച്ചു. കൂടാതെ ലോകത്തെ പ്രമുഖ എണ്ണ ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്കിൽ 2 എണ്ണ ടാങ്കറുകൾ വലിയ തോതിൽ തീപിടുത്തമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ഹോർമുസിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ അമേരിക്ക തുടർച്ചയായി ശക്തമായ വ്യോമാക്രമണം നടത്തുന്നുണ്ടെങ്കിലും ഇറാന്റെ സ്വാധീനം കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല. ജോർദാനിൽ നടന്ന ആക്രമണങ്ങളിൽ 2 US സൈനികർ കൊല്ലപ്പെടുകയും ഒരാളെ കാണാതാവുകയും ചെയ്തു. ഇറാഖിലുണ്ടായ മറ്റൊരു സംഭവത്തിൽ ഒരു സൈനികൻ കൂടി കൊല്ലപ്പെട്ടതായി US കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. തുടർച്ചയായി നടക്കുന്ന ഇറാൻ ആക്രമണങ്ങളെ സംബന്ധിച്ച് UN സെക്രട്ടറി ജനറലിനും UN സെക്രട്ടറി കൗൺസിലിനും കത്തയച്ചിരിക്കുകയാണ് ഇപ്പോൾ ഖത്തർ. ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും തങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്നും കത്തിൽ പറയുന്നുണ്ട്. ഹോർമുസിന്റെ ഒമാൻ തീരത്തുകൂടി കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾ നിരന്തരം ആക്രമിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കത്ത് നൽകിയിരിക്കുന്നത്. ഇറാന് ഹോർമുസിന് മേലുള്ള അധികാരം ദുർബലപ്പെടുത്താനുള്ള US നടപടിയായാണ് ഒമാൻ പാതയെ ഇറാൻ കാണുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ ആക്രമണം തടയാൻ പശ്ചിമേഷ്യയിൽ യുദ്ധവിമാനങ്ങളുടെ എണ്ണം കൂട്ടുമെന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ് സാഹചര്യങ്ങളുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 9 കപ്പലുകൾ മാത്രമാണ് ഹോർമുസിലൂടെ കടന്നുപോയത്. 5 മാസം മുമ്പ് 130-ലധികം കപ്പലുകളായിരുന്നു പ്രതിദിനം ഇതുവഴി കടന്നുപോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ മാസം ഒപ്പുവെച്ച താൽക്കാലിക വെടിനിർത്തൽ കരാർ തകർന്നതോടെ മേഖലയിൽ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും സുരക്ഷാ ആശങ്കകളും കൂടുതൽ കടുത്തിരിക്കുകയാണ്. ലോകത്തിലെ 5-1 ക്രൂഡ് ഓയിൽ കടന്നുപോകുന്ന ഹോർമുസ് വഴിയിലുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചമട്ടാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $88 കടന്നു. US-ൽ പെട്രോൾ വില ഗാലന് $4 ഉയർന്നിട്ടുമുണ്ട്. മേഖലയിൽ സമ്പൂർണ്ണ യുദ്ധസാധ്യതയേറിയതോടെ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി ഇറാൻ ആഭ്യന്തരമന്ത്രി പാകിസ്ഥാനിലേക്ക് യാത്ര തിരിച്ച വാർത്തകളുമുണ്ട്. ഇറാനിലെ ആക്രമണ സാധ്യതകൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൗരന്മാർക്കായി സുരക്ഷാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇറാനിലെ ഇന്ത്യൻ എംബസി. സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്രകൾ മാറ്റിവെക്കണമെന്നാണ് എംബസി അറിയിച്ചത്. കൂടാതെ നിലവിൽ ഇറാനിലുള്ളവർ ലഭ്യമായ വിമാനത്തിൽ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങണമെന്നും നിർദ്ദേശമുണ്ട്. സമീപ ദിവസങ്ങളിൽ ഇറാനിലെ സ്ഥിതിഗതികൾ വഷളായിട്ടുണ്ടെന്നും ഇന്ത്യൻ പൗരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും എംബസി നിർദ്ദേശിച്ചു. ഏതെങ്കിലും ആവശ്യത്തിനായി ഇറാനിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ സുരക്ഷാ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ യാത്ര മാറ്റിവെക്കണമെന്നാണ് എംബസി അറിയിച്ചത്. ഇറാനിൽ തുടരുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. അവർ വാർത്തകൾ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കണം. സൈനിക പ്രവർത്തനങ്ങൾ കൂടുതലായി നടക്കുന്ന ഇടങ്ങളിലേക്ക് പോകരുത്. പ്രാദേശിക അധികാരികൾ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും എംബസി ഇന്ത്യൻ പൗരന്മാരോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.